യെസ്, നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ബാർ മാഗ്നറ്റ് ആണ്. ബാർ മാഗ്നറ്റ് ചെറിയ ക്ലാസ്സിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. What is a bar magnet? A bar magnet is a permanent magnet made by materials like steel, alnico, etc. It is a permanent magnet. Magnets രണ്ട് തരമുണ്ട്, temporary magnets ഉം permanent magnets. A bar magnet is a permanent magnet made of materials like steel, alnico, etc. A bar magnet has following properties. The first property is the poles are situated near the ends of the magnet. A bar magnet has two poles. One is north pole and another is south pole. These poles are situated near the end of the magnet and not exactly at its ends. ഇതിൻ്റെ നോർത്ത് പോളും സൗത്ത് പോളും എൻഡിലാണ് ഉള്ളത്, പക്ഷേ അത് എക്സാക്ട് എൻഡിലല്ല, അതായത് എക്സാക്ട് ഇവിടെയല്ല, അല്പം അകത്തോട്ട് കയറിയാണ് ഇതിൻ്റെ പോൾസ് സിറ്റുവേറ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് ദ മാഗ്നറ്റിക് ലെങ്ത് ഓഫ് ദി ബാർ മാഗ്നറ്റ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ജോമെട്രിക് ലെങ്ത്. ദ മാഗ്നറ്റിക് ലെങ്ത് ഓഫ് എ ബാർ മാഗ്നറ്റ് ഈസ് സ്ലൈറ്റ്ലി ലെസ് ദാൻ ദ ജോമെട്രിക് ലെങ്ത്. ജോമെട്രിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വൽ ലെങ്ത് അല്ലേ? ഇതിൻ്റെ ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെയുള്ള ഈ ടോട്ടൽ ലെങ്തിനെയാണ് നമ്മൾ ജോമെട്രിക് ലെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ സൗത്ത് പോളും നോർത്ത് പോളും തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ലെങ്ത് എന്ന് പറയുന്നത്. സൗത്ത് പോളും നോർത്ത് പോളും അതിൻ്റെ എക്സാക്ട് എൻഡിലല്ല ലൈ ചെയ്യുന്നത്, അല്പം അകത്തോട്ട് കയറിയാണ് അത് ലൈ ചെയ്യുന്നത്. അത് കാരണം magnetic length of the bar magnet is slightly less than geometrical length. When a bar magnet is freely suspended, it always comes to rest approximately in geographical north-south direction. This is called directive property of a magnet. നമ്മളൊരു മാഗ്നറ്റിനെ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മാഗ്നറ്റ് ഏത് ഡയറക്ഷനിൽ വന്ന് അലൈൻ ചെയ്യും? എർത്തിൻ്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്നായിരിക്കും അലൈൻ ചെയ്യുക. തേർഡ് പ്രോപ്പർട്ടി, ഐസൊലേറ്റഡ് മാഗ്നറ്റിക് പോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. ഐസൊലേറ്റഡ് മാഗ്നറ്റിക് പോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. അതായത് നോർത്ത് പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കില്ല, അല്ലെങ്കിൽ സൗത്ത് പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കത്തില്ല. എപ്പോഴും രണ്ട് പോളുകൾ അതിനുണ്ടാവും. ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും എപ്പോഴും ഉണ്ടാവും. നമുക്ക് ഇവിടെ ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്. നമുക്ക് അതിൻ്റെ നോർത്ത് പോൾ മാത്രം മതി എന്ന് കരുതി നമ്മൾ അതിനെ ഇവിടെ വെച്ച് അങ്ങ് കട്ട് ചെയ്താലോ? ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ ഈ സൈഡ് നോർത്തും ആവും, ഈ സൈഡ് സൗത്തും ആവും. അപ്പോൾ എപ്പോഴായാലും ഒരു നോർത്ത് പോളും സൗത്ത് പോളും എപ്പോഴും ഒരു ബാർ മാഗ്നറ്റ് ഉണ്ടാവും. നോർത്ത് പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കില്ല, അതേപോലെ സൗത്ത് പോൾ മാത്രമായിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കില്ല. എന്നാൽ ചാർജസിൻ്റെ കേസിൽ അങ്ങനെയല്ല. പോസിറ്റീവ് ചാർജസിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം, സിമിലർലി നെഗറ്റീവ് ചാർജിനും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാം. എന്നാൽ മാഗ്നറ്റിൻ്റെ കേസിൽ പോൾസിന് നോർത്ത് പോളും സൗത്ത് പോളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാനൊക്കില്ല, എപ്പോഴും രണ്ട് പോളുകൾ ഉണ്ടാവും. There is repulsive force when two north pole or south poles are brought close together. നമുക്കറിയാം, രണ്ട് നോർത്ത് പോളുകളോ അല്ലെങ്കിൽ രണ്ട് സൗത്ത് പോളുകളോ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ നേരത്തെ പഠിച്ചിട്ടുള്ള കേസൊക്കെ തന്നെയാണ്. ഒന്നുകൂടെ പറഞ്ഞെന്ന് മാത്രം. ഫസ്റ്റ് പ്രോപ്പർട്ടി മാത്രം ഒരുപക്ഷെ പുതിയതാകാം നിങ്ങൾക്ക്. The poles are situated near the ends of the magnet, not exactly at its ends. Okay. What are the magnetic field lines? Magnetic field lines. What are the properties of magnetic field lines? Magnetic field lines assume to start from north pole and ends in south pole.
ഇപ്പോൾ ഇവിടെ ഫീൽഡ് ലൈൻസ് വരച്ചിട്ടുണ്ട്. ഫീൽഡ് ലൈൻസിൻ്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് നോക്കിക്കേ. ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് നോർത്ത് പോളിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ എത്തുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അസ്യൂംസ് ടു സ്റ്റാർട്ട് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത് പോൾ. അത് ഔട്ട്സൈഡ് ആണ് കേട്ടോ, മാഗ്നറ്റിൻ്റെ ഔട്ട്സൈഡ്. ഇനി ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്പ്. കണ്ടിന്യൂസ് ക്ലോസ് ലൂപ്പ്, ഈ ഡിഫറൻസ് നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൻ്റെ ഒരു കമ്പാരിസൺ നമ്മൾ പഠിച്ചായിരുന്നു. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒരു പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. പോസിറ്റീവ് ചാർജിൽ സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യും. എന്നാൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മാഗ്നറ്റിൻ്റെ പുറത്ത് ഔട്ട്സൈഡിൽ നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്ത് സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. എന്നാൽ മാഗ്നറ്റിൻ്റെ ഉള്ളിൽ എന്ത് സംഭവിക്കും? മാഗ്നറ്റിൻ്റെ ഉള്ളിൽ അത് സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്ക് എത്തിച്ചേരും. അപ്പം ഇതൊരു ക്ലോസ്ഡ് പാത്ത് ആണെന്ന് നമുക്ക് പറയാം. ക്ലോസ്ഡ് പാത്ത്, നോർത്ത് പോളിൽ നിന്ന് സൗത്ത് പോളിലെത്തി, ഇതിൻ്റെ ഉള്ളിലൂടെ സൗത്ത് പോളിൽ നിന്ന് നോർത്ത് പോളിലെത്തി. അപ്പോൾ ഒരു ക്ലോസ്ഡ് പാത്ത് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. എന്നാൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ക്ലോസ്ഡ് പാത്ത് അല്ല. അതിൻ്റെ ഒരു ഡിഫറൻസ് ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ. ദ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ആർ കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്പ്. The tangent drawn to the field line at any point gives the direction of the field at that point. ഇത് ഇലക്ട്രിക് ഫീൽഡിന്റെ കേസിൽ പഠിച്ചതാണ്. ഏതെങ്കിലും ഒരു പോയിന്റിൽ നമുക്ക് അതിന്റെ ടാൻജന്റ് വരച്ചാൽ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ ആ സർക്കിൾ പാത്തിൽ നമ്മൾ ഒരു ടാൻജന്റ് വരച്ചു കഴിഞ്ഞാൽ ആ ടാൻജന്റ് നമുക്ക് എന്ത് നൽകും? ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. Two magnetic field lines never intersect. Two magnetic field lines will never intersect. Intersect ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ഇന്റർസെക്ട് ചെയ്യത്തില്ല എന്ന് പറയാനുള്ള റീസൺ എന്താ? ഇപ്പം ഇവിടെ നിന്നൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, ഞാൻ മറ്റൊരു മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരയ്ക്കുക, അത് ഇവിടെ വെച്ച് ഇന്റർസെക്ട് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ പോയിന്റിൽ നമുക്ക് ടാൻജന്റ് വരയ്ക്കുകയാണെങ്കിൽ രണ്ട് ഡയറക്ഷൻ കിട്ടും. രണ്ട് ടാൻജന്റ് നമുക്ക് വരയ്ക്കാം. അപ്പം ഒരു കാരണവശാലും ഒരു പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ രണ്ട് ഡയറക്ഷൻ വരില്ല. അതുകൊണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നെവർ ഇന്റർസെക്ട് എന്ന് പറയുന്നത്. അതും ഇലക്ട്രിക് ഫീൽഡ് ലൈനിൻ്റെ അതേ പ്രോപ്പർട്ടി തന്നെയാണ്. ഗ്രേറ്റർ നമ്പർ ഓഫ് ഫീൽഡ് ലൈൻസ് പെർ യൂണിറ്റ് ഏരിയ സ്ട്രോങ്ങർ ദ മാഗ്നറ്റിക് ഫീൽഡ്. യൂണിറ്റ് ഏരിയയിൽ ധാരാളം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് ഉണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രെങ്ത്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കൂടുതലാണ് എന്ന് നമുക്ക് പറയാം. അതും ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ അതേപോലെ തന്നെയാണ്. അപ്പോൾ വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് assume to start from north pole and ends in south pole. The magnetic field lines are continuous closed loop. The tangent drawn to the field lines at any point gives the direction of the field at that point. Two magnetic field lines never intersect. Greater number of field lines per unit area, stronger the magnetic field. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ബാർ മാഗ്നറ്റ് ആസ് ആൻ ഇക്വലന്റ് സോളിനോയിഡ്. സോളിനോയിഡിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻസുലേറ്റഡ് വയർ സിലിണ്ടറിക്കൽ ഷേപ്പിൽ ഇങ്ങനെ ചുറ്റി വെക്കുന്നതിനാണ് നമ്മൾ സോളിനോയിഡ് എന്ന് പറയുന്നത്. ആ സോളിനോയിഡിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നതിനെ കുറിച്ച് മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനൊക്കെ നമ്മൾ നേരത്തെ ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് നോക്കാനുള്ളത് ഒരു സോളിനോയിഡിന് ഈക്വലന്റ് ആണ് ബാർ മാഗ്നറ്റ്, അല്ലെങ്കിൽ ബാർ മാഗ്നറ്റിന് ഈക്വലന്റ് ആണ് ഒരു കറന്റ് ക്യാരിയിങ് സോളിനോയിഡ് എന്ന് പറയുന്നത്. അത് നമ്മൾ റിസംബ്ലൻസ് ആണ് പഠിക്കാനുള്ളത്. The resemblance of magnetic field lines of a bar magnet and a solenoid suggests that a bar magnet may be thought of a large number of circulating currents in analog with a solenoid. So bar magnet ഒരു സോളിനോയിഡിന് ഈക്വലന്റ് പോലെയാണ് നമ്മൾ അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലായത്. കാരണം ഒരു സോളിനോയിഡിൻ്റെ കോയിലിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും.
ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ പാറ്റേണിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് തന്നെയാണ് ഒരു ബാർ മാഗ്നറ്റിന്റെ. അതുകൊണ്ട് അത് നമ്മളൊരു കമ്പാരിസൺ ആണ് നമുക്ക് നോക്കാനുള്ളത്. അതിനുവേണ്ടി നമുക്കൊരു സോളിനോയിഡ് എടുക്കാം. കൺസിഡർ എ സോളിനോയിഡ് ഓഫ് റേഡിയസ് എ റേഡിയസ് ഉള്ള ഒരു സോളിനോയിഡ്. അപ്പം ഇത് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് ഒരു സോളിനോയിഡ് ആണ്. അതിന്റെ റേഡിയസ് ആണ് എ. ആൻഡ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് n, സ്മോൾ n. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എങ്ങനെ നമ്മൾ എടുക്കുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. ഓക്കെ, അതാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. ലെറ്റ് 2L be the length and I be the current flowing through the solenoid. അപ്പം ഈ സോളിനോയിഡിന്റെ ടോട്ടൽ ലെങ്ത് 2L ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. 2L. അപ്പോൾ ഞാൻ ഈ സോളിനോയിഡ് സെൻട്രൽ കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, കണ്ടല്ലോ. അതിന്റെ ഈ സൈഡിലോട്ട് L ലെങ്തും റൈറ്റ് സൈഡിലോട്ട് L ലെങ്തും, അങ്ങനെ ടോട്ടൽ 2L ലെങ്ത് ഉള്ള ഒരു സോളിനോയിഡ് ആണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ഈ സോളിനോയിഡിലെ കറണ്ട് ഒഴുകുന്നുണ്ട്. I ആംപിയർ കറണ്ട് ആണ് ഈ സോളിനോയിഡിലെ ഒഴുകുന്നത്. Consider a point P at a distance r from the center of the solenoid. This is the center of the solenoid O. Consider a point P which is at a distance smaller from the center of the solenoid. To calculate the magnetic field at the point P, consider a circular element of thickness dx at a distance x from the center of the solenoid. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ P എന്ന് പറയുന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം ഈ സോളിനോയിഡ് P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തതെന്ന് നോക്കിക്കേ. ഞാൻ ഈ സോളിനോയിഡിലെ വളരെ ചെറിയ ഒരു എലമെന്റ് എടുക്കുന്നു. dx തിക്നെസ് ഉള്ള വളരെ ചെറിയൊരു എലമെന്റ് കണ്ടില്ലേ, ഒരു സർക്കുലർ എലമെന്റ്. അപ്പൊ dx തിക്നെസ് ഉള്ള ഒരു വളരെ ചെറിയൊരു എലമെന്റ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തു. ആ എലമെന്റ് ഇതിന്റെ സെൻട്രൽ നിന്നും എത്ര അകലത്തിലാണ്? dx അകലത്തിലുള്ള ഒരു എലമെന്റ് ആണ് ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രോസസ് എന്ന് പറയുന്നത്, ഈ ചെറിയ എലമെന്റ് P എന്ന് പറയുന്ന പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതും. അത് എഴുതുന്ന എവിടുന്നെന്ന് വെച്ചാൽ, ഒരു സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പ്, ആ ലൂപ്പിന്റെ സെന്ററിൽ നിന്നും ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് അകലത്തിലുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ബയോട്ട് സവാർഡ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ ഉപയോഗിച്ച് ഇവിടുത്തെ ഈ dx തിക്നെസ് ഉള്ള എലമെന്റ് P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എഴുതും. അതിനുശേഷം അതിനെ ഇന്റഗ്രേറ്റ് ചെയ്താണ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ് അറ്റ് ദ പോയിന്റ് P ഡ്യൂ ടു ദിസ് സോളിനോയിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. Here we consider a solenoid of radius small a and the number of turns per unit length small n. Let 2L be the total length of the solenoid. From center it is L length to right side and also to left side it is L. The total length is 2L. And the current flowing through the solenoid coil is I ampere. Consider a point P which is at a distance smaller from the center O of the solenoid. In order to calculate the magnetic field at the point P, we consider a circular element of thickness dx which is at a distance x from the center of the solenoid. Clear? ഈ സ്മോൾ എലമെന്റ് dx തിക്നെസ് ഉള്ള സ്മോൾ എലമെന്റ് P എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന
ചെറിയ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് എഴുതാൻ പോകുന്നത്. ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദ പോയിന്റ് ബി ഡ്യൂ ടു ദിസ് സ്മോൾ എലമെന്റ് എത്രയാണ് എന്നാണ് എഴുതേണ്ടത്, dB. സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഒരു സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ആയ പിയിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ബയോട്ട് സവാർട്ട് ലോയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ചിരുന്നു. അതിന്റെ ഇക്വേഷൻ ഇതായിരുന്നു നമുക്ക് കിട്ടിയത്. B = μ0/4π 2π R² I divided by x² plus R² all raised to 3/2. ഇതായിരുന്നു നമ്മൾ ഇതിന്റെ തിയറി പഠിച്ചപ്പോൾ എഴുതിയ ഇക്വേഷൻ. ഓക്കെ, അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. അപ്പം ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ എന്തൊക്കെ ചേഞ്ച് വരുമെന്ന് നോക്കിയാൽ മതി. അപ്പം ഇതൊരു സ്മോൾ എലമെന്റ് ആണ്. സ്മോൾ എലമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ dB എന്ന് എഴുതിയേക്കുന്നത്. ഇനി ഈ ഇക്വേഷനിൽ ഈ 4πയിലെ പൈയും ക്യാൻസൽ ചെയ്തു, 2ഉം 4ഉം ക്യാൻസൽ ചെയ്തു, ബാക്കി 2. ഓക്കെ, ഇനി ന്യൂമറേറ്ററിൽ എന്തൊക്കെയുണ്ട്? μ0 അങ്ങനെ തന്നെ എഴുതി. പിന്നെ R² അവിടെ അവിടെ R എന്ന് പറയുന്നത് നമ്മൾ എന്തായിരുന്നു? R എന്ന് പറയുന്നത് ഇതിന്റെ റേഡിയസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ക്യാപിറ്റൽ R അല്ല റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്, പകരം A ആണ്. അതുകൊണ്ട് R² പകരം A² എന്ന് എഴുതി. ഓക്കെ, കറന്റ് ഫ്ലോയിങ് ത്രൂ ദി കോയിൽ I തന്നെയായിട്ട് എടുത്തു. പിന്നെ ന്യൂമറേറ്ററിൽ ഒരു ക്വാണ്ടിറ്റിയും കൂടെ വെച്ചിട്ടുണ്ട്. എന്താണ് ആ ക്വാണ്ടിറ്റി? ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ ഒരു സിംഗിൾ കോയിൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ dx എന്ന് പറയുന്ന തിക്നെസ് ഉള്ള എലമെന്റിൽ ഒരു സിംഗിൾ കോയിൽ അല്ല, അവിടെ ഒന്നിലധികം ടേണുകളുണ്ട്. എത്ര ടേണുകളുണ്ട്, എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട് ഈ dx എന്ന് പറയുന്ന തിക്നെസ്സിൽ എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n-ന്റെ ഉപയോഗം. അപ്പോൾ dx തിക്നെസ്സിൽ എത്ര ടേണുകളുണ്ട്, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, അതിലെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ക്യാപിറ്റൽ N ആണെന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ dx ആണ് സ്മോൾ n ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദിസ് എലമെന്റ് എങ്ങനെ എഴുതാം? n × dx. അപ്പോൾ ആ എലമെന്റിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് ഇൻറ്റു n dx ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ന്യൂമറേറ്റർ ക്ലിയർ ആയല്ലോ. ഇനി ഡിനോമിനേറ്റർ എടുക്കാം. ഡിനോമിനേറ്ററിൽ 2 അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, 2 അതേപോലെ തന്നെ എഴുതി. ഇനി ബ്രാക്കറ്റിന്റെ അകത്തുള്ള കാര്യം നോക്കാം. x എന്ന് പറയുന്നത് ആ കേസിൽ എന്തുവായിരുന്നു? ഇതിന്റെ സെൻട്രൽ പോയിന്റ് തൊട്ട്, അതായത് കോയിലിന്റെ സെന്റർ തൊട്ട് ആ P വരെയുള്ള അകലമായിരുന്നു നമ്മൾ x ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടെ അത് എത്രയാണ്? ഈ പോയിന്റ് തൊട്ട് ഈ P വരെയുള്ള ഈ ഡിസ്റ്റൻസ് ഇതെത്രയാണ്? ഈ സോളിനോയിഡിന്റെ സെന്റർ ആയ O തൊട്ട് P വരെയുള്ള ഡിസ്റ്റൻസ് R ആണെന്ന് പറയാം. അതേപോലെ തന്നെ O തൊട്ട് ഈ എലമെന്റ് വരെയുള്ള ഡിസ്റ്റൻസ് x ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റ് തൊട്ട് P വരെയുള്ള ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? R മൈനസ് x. അപ്പം ഇതാണ് R മൈനസ് x. കണ്ടോ? അപ്പം അത് x² ആണ്. അതുകൊണ്ട് R minus x the whole square plus ക്യാപിറ്റൽ R എന്ന് പറയുന്നത് നേരത്തെ ആ കോയിലിന്റെ റേഡിയസ് ആണ് എടുത്തത്, പക്ഷേ ഇവിടെ ഞാൻ A ആണ് റേഡിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് A² all raised to 3/2. ബാക്കിയുള്ള എല്ലാം അതേപോലെ തന്നെയാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച ആ ഇക്വേഷൻ ഇവിടെ അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ്, ചെറിയ മാഗ്നറ്റിക് ഫീൽഡ്, അപ്പോൾ ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് dB എന്ന് എഴുതാനുള്ള റീസൺ ഞാൻ പറഞ്ഞു. കാരണം ടോട്ടൽ സോളിനോയിഡിന് കൊണ്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ല ഇവിടെ ഞാൻ ആദ്യം എടുത്തത്. ആ ചെറിയൊരു എലമെന്റ് dx തിക്നെസ് ഉള്ള എലമെന്റ് ഉണ്ടാക്കുന്ന ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആയതുകൊണ്ടാണ് ഇവിടെ dB ആയിട്ട് എടുത്തത്. dBയുടെ ഇക്വേഷൻ എങ്ങനെ കിട്ടി? μ0 A² n dx into I divided by 2 into R² minus x the whole square plus A² all raised to 3/2. Clear? ഇനി R എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, O എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും P യിലേക്കുള്ള ഡിസ്റ്റൻസ് R എന്ന് പറയുന്നത് റേഡിയസ് A എന്ന് പറയുന്ന റേഡിയസും x എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ വലിയ ക്വാണ്ടിറ്റിയാണ്.
അതുകൊണ്ട് നമുക്കൊരു അപ്രോക്സിമേഷൻ ഈ ഇക്വേഷൻ എടുക്കുകയാണ്. ആർ എന്ന് പറയുന്ന വലിയ ക്വാണ്ടിറ്റി ആണ്, എക്സ് എന്ന് പറയുന്ന ചെറിയ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ ഈ എക്സിനെ ഞാൻ നെഗ്ലക്ട് ചെയ്തു. അതേപോലെ തന്നെ എ എന്ന് പറയുന്നത് റേഡിയസ് ആറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറുതാണ്, അതുകൊണ്ട് അതിനെയും നെഗ്ലക്ട് ചെയ്തു. അപ്പോൾ പിന്നെ എന്ത് വരും? ഇവിടെ ആർ സ്ക്വയർ അല്ലേ, ആർ സ്ക്വയർ എന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ആർ സ്ക്വയർ എന്ന് കിട്ടി, ഓൾ റേസ് ടു 3/2 ആണ്. അപ്പോൾ ഈ ടൂവും ക്യാൻസൽ ചെയ്തു പോവും, പിന്നോട്ടുള്ളത് ആർ ക്യൂബ് ആണ്. അപ്പോൾ ന്യൂമറേറ്ററിലുള്ള അതേ ക്വാണ്ടിറ്റി എല്ലാം എഴുതി ഡിനോമിനേറ്ററിൽ വരുമ്പോൾ 2 × r³ ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്തു. Okay, since r is very large compared to a and x, we can write the equation for dB as mu0 a² n dx I divided by 2r³. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സോളിനോയിഡ് മുഴുവനായിട്ട് ഫുൾ സോളിനോയിഡ് പി എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം ചെറിയ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷനായി അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. ഇപ്പം മാത്തമാറ്റിക്കൽ ടൂളായ ഇൻ്റഗ്രേഷൻ ആണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. എവിടം തൊട്ട് എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? ഈ എൻഡ് തൊട്ട് ഈ എൻഡ് വരെ നമ്മൾ അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പം ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ കോൺസ്റ്റൻസ് എല്ലാം ഇൻ്റഗ്രൽ സൈന് പുറത്തെടുക്കുക എന്നുള്ളതാണ്. വേരിയബിളിനെ മാത്രമാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഈ ഇക്വേഷനിൽ mu0 കോൺസ്റ്റന്റ് ആണ്, എ എന്ന് പറയുന്ന റേഡിയസ് കോൺസ്റ്റന്റ് ആണ്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആണ്, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് സ്മോൾ n കോൺസ്റ്റന്റ് ആണ്, r³ കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ പിന്നെയുള്ള വേരിയബിൾ എന്ന് പറയുന്നത് dx എന്ന് പറയുന്നത് മാത്രമാണ്. dx എന്ന് പറയുന്നത് ഈ തിക്നെസ് ആണ്. അപ്പോൾ ഈ തിക്നെസ്സിനെ ഇങ്ങോട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം, ഇങ്ങോട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്യണം. അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം എവിടെ തൊട്ട് ഇവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ സെൻട്രൽ പോർഷൻ തൊട്ട് ലെഫ്റ്റിലോട്ടുള്ള ലെങ്ത് L ആണ്, അതിനെ ഞാൻ -L ആയിട്ട് എടുക്കും. റൈറ്റിലോട്ടുള്ളത് +L ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത് ഈ എൻഡ് തൊട്ട്, അതായത് -L to +L വരെയാണ് നമുക്ക് അത് ആ ലെങ്തിനെ അല്ലെങ്കിൽ dx എന്ന് പറയുന്ന ലെങ്തിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അത് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ കോൺസ്റ്റൻസിനെ എല്ലാം വെള്ളി എടുത്തു. മാഗ്നറ്റിക് ഫീൽഡ് ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ്, അതുകൊണ്ട് d കളഞ്ഞു, b മാത്രമായി. ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B = mu0 n I a² divided by 2x³ ഇന്റഗ്രൽ എവിടം തൊട്ട് എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം? -L to +L. dxനെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? dxനെ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് മുമ്പ് ഒരു ലിമിറ്റിന് നമ്മൾ ചെറിയ ചേഞ്ച് വരുത്തി. നിങ്ങൾ ഇൻ്റഗ്രേഷൻ ഒക്കെ ഇപ്പോൾ ഈ വർഷം പഠിച്ചിട്ടുണ്ടാവും. ലിമിറ്റ് ചേഞ്ച് ചെയ്തു. ഞാനിവിടെ -L to L നെ ഞാൻ 0 to L ആക്കി. 0 to L ആക്കിയപ്പോൾ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, അതാണ് ഈ 2. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ചേഞ്ച് വരുത്തിയതുകൊണ്ടാണ് ഇവിടെ 2 വന്നേക്കുന്നത്. അപ്പം ഇവിടെ ലിമിറ്റ് 0 to L ആയി, dx ആയി. അപ്പോൾ ഇൻ്റഗ്രൽ dx എന്ന് പറയുന്നത് x ആണ്. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് x എന്ന് എഴുതാം. ബാക്കിയുള്ള കോൺസ്റ്റൻസ് അങ്ങനെ ഉണ്ടാക്കട്ടെ. ഇൻ്റഗ്രേഷന് ശേഷമുള്ളത് ഇവിടെ ഞാൻ എഴുതുകയാണ്. ഇൻ്റഗ്രേഷന് ശേഷമുള്ളത് മാത്രം എഴുതുകയാണ്. x കിട്ടും. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇൻ്റഗ്രൽ സൈൻ മാറ്റിയിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ആണ് കൊടുക്കുക. ലിമിറ്റ് അതേപോലെ തന്നെ എഴുതി. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ലിമിറ്റ് അപ്ലൈ ചെയ്യുക എന്നുള്ള കണ്ടീഷനാണ്. ലിമിറ്റ് അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ ഓർക്കുന്നുണ്ടല്ലോ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ അപ്പർ ലിമിറ്റ് എടുത്ത് ഈ വേരിയബിളിൻ്റെ സ്ഥാനത്ത് കൊടുക്കുക. അപ്പോൾ L എന്ന് കിട്ടും, മൈനസ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ലോവർ ലിമിറ്റ് 0 ആണ്, അത് ഇങ്ങോട്ട് വരുമ്പോൾ 0 എന്ന് കിട്ടും. അപ്പോൾ ആക്ച്വലി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് L മാത്രമായിട്ട് കിട്ടും. ആ L ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബ്രാക്കറ്റിന് പുറത്തുള്ളതെല്ലാം അതേപോലെ തന്നെ എഴുതിയിട്ടുണ്ട്, ചേഞ്ച് ഒന്നും വരുത്തിയിട്ടില്ല. ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് L എന്നാവും. ഇനി ആ ഇക്വേഷൻ ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല. mu0/4π എന്ന രീതിയിൽ എഴുതി. അതായത് ഒരു 4π, ഇവിടെ ഒരു 2 ഉണ്ട്, അതുകൊണ്ട് ഒരു 2π കൊണ്ട് ന്യൂമറേറ്ററിലും ഒരു 2π കൊണ്ട് ഡിനോമിനേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2 × 2 4π ആയി. mu0/4π എന്ന് എഴുതി. അതിനൊരു വാല്യൂ ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എഴുതിയത്, mu0/4π. ബാക്കിയുള്ള ടേംസ് അങ്ങനെ എഴുതിയൊക്കെ നോക്കിക്കേ. 2n I a² L 2π. ഡിനോമിനേറ്ററിൽ ഈ 2π ഓൾറെഡി എടുത്തു കഴിഞ്ഞു. പിന്നുള്ളത് എന്താണ്? r³. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തു ഈ രീതിയിൽ
എഴുതി. ഇനി മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടല്ലോ, NIA. ഒരു ടേണേ ഉള്ളെങ്കിൽ IA ആണ്, എന്നാൽ ഒന്നിലധികം ടേണുകൾ ഉണ്ടെങ്കിൽ NIA ആണ് മാഗ്നറ്റിക് മൊമെന്റ്. NIയുടെ ഇക്വേഷൻ എങ്ങനെ എഴുതാം? NIA ആ സോളിനോയിഡിലെ ടോട്ടൽ ടേൺസ് എത്രയുണ്ട് അതാണ് ക്യാപിറ്റൽ N. സോളിനോയിഡിലെ ടോട്ടൽ ടേൺസ് എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ഇൻറ്റു അതിന്റെ ടോട്ടൽ ലെങ്ത്. അതിന്റെ ടോട്ടൽ ലെങ്ത് 12 ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ N പകരം നമുക്ക് 12, ക്യാപിറ്റൽ N പകരം 12. ഓക്കെ, I അങ്ങനെ തന്നെ എഴുതി. ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പൈ എ സ്ക്വയർ അല്ലേ? ഏരിയയുടെ വാല്യൂ എന്ന് പറയുന്നത് പൈ എ സ്ക്വയർ. അപ്പോൾ ഈ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ ആണ് N × 12 × I × പൈ എ സ്ക്വയർ. ഈ ഇക്വേഷൻ കൊടുക്കാം. N × 12 × പൈ × എ സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂ ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? B = μ0/4π 2m divided by r3. B = μ0/4π 2m divided by r3. ഇതാണ് സോളിനോയിഡിന്റെ സെന്ററിൽ നിന്നും r അകലത്തിലുള്ള പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ഈ ഇക്വേഷൻ നേരത്തെ കണ്ടിട്ടുള്ളതാണ്. അതായത് ഒരു സിംഗിൾ സർക്കുലർ കോയിലിന്റെ സെന്ററിൽ നിന്നും ഒരു ഡിസ്റ്റൻസിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിച്ചതാണ്. This is same as the far axial magnetic field of a bar magnet which obtained experimentally. ഒരു ബാർ മാഗ്നറ്റിന്റെ സെന്ററിൽ നിന്നും r അകലത്തിലുള്ള പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനും ഇത് തന്നെയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പം ബാർ മാഗ്നറ്റിന് ഈക്വലന്റ് ആണ് സോളിനോയിഡ് എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ രണ്ട് ഇക്വേഷനും നമുക്ക് സെയിം ആയിട്ട് കിട്ടി. Thus a bar magnet and a solenoid produce similar magnetic fields. The magnetic moment of a bar magnet is thus equal to magnetic moment of an equivalent solenoid that produce the same magnetic field. The magnetic moment of a bar magnet is thus equal to magnetic moment of an equivalent solenoid which produce the same magnetic field. Okay. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് അനലോഗിനെ കുറിച്ചും ഓൾറെഡി ഒന്ന് ഡിസ്കസ് ചെയ്തതാണ്. അത് വീണ്ടും ഒന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ നേരത്തെയുള്ള ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് കിട്ടും. അതേപോലെ തന്നെ മാഗ്നറ്റിക് മൊമെന്റ് ഡൈപോൾ മൊമെന്റ് പിക്ക് ഈക്വലന്റ് ആയിട്ട് കിട്ടും. μ0 എന്ന് പറയുന്നത് 1/ε0ക്ക് ഈക്വലന്റ് ആയിട്ട് കിട്ടും. അപ്പൊ അതിന്റെ ബേസിസിൽ നമുക്ക് ബാർ മാഗ്നറ്റിന്റെ കേസിലുള്ള ഇക്വേഷൻ എഴുതാം. ആക്സിയൽ ലൈൻ, ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ ലൈനിലുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ ആണ്. B = μ0/4π 2m divided by r3. ഒരു ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ഇനി ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനോ അതും നമുക്ക് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ ഉള്ള പോലെ തന്നെ നമുക്ക് എഴുതാം. B = μ0/4π m divided by r3. അപ്പം ഈ ഇക്വേഷൻ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ ബാർ മാഗ്നറ്റിന്റെ കേസിൽ പറഞ്ഞത് ന്യൂമറിക്കലി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ വീണ്ടും കോട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. ബാർ മാഗ്നറ്റിന്റെ കേസിൽ ആക്സിയൽ ലൈനിലുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇതാണ്. ഇക്വറ്റോറിയൽ ലൈനിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ഇതാണ്. ഇപ്പോൾ 2ന് വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഈ ഇക്വേഷനിൽ ഒരു 2 ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. Okay, that is the electrostatic analog. Magnetic dipole moment of a bar magnet. Magnetic dipole moment നമ്മൾ പഠിച്ചായിരുന്നു. ഒരു സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പിന്റെ കേസിൽ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് m നെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിലും അത് തന്നെയാണ്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. അത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് നോക്കേണ്ടത്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോഡക്റ്റ് ഓഫ്
pole strength of any one pole and the distance between the magnetic poles. ഇലക്ട്രിക് ഡൈപോളുമായിട്ട് വളരെ വലിയ കമ്പാരിസൺ ആണ് അല്ലേ? ഇലക്ട്രിക് ഡൈപോൾ വലിയ സിമിലാരിറ്റി ആണ് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ. ഇലക്ട്രിക് ഡൈപോൾ ഒരു പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമാണുള്ളത്. ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ ഒരു പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജുമാണുള്ളത്. എന്നാൽ ഒരു ബാർ മാഗ്നറ്റിന്റെ കേസിൽ ഒരു സൗത്ത് പോളും ഒരു നോർത്ത് പോളും ഉണ്ട്. അത് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും ഒരു ഡിസ്റ്റൻസ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു. ഡൈപോളിന്റെ കേസ്, ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിനെ എങ്ങനെ എഴുതിയേക്കുന്നത്? 1 of the charge into dipole length. 1 of the charge into dipole length. Similarly, നമുക്ക് ബാർ മാഗ്നറ്റിന്റെ കേസിൽ ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ദ പോൾ സ്ട്രെങ്ത്. ഇവിടെ നമ്മൾ പോൾ സ്ട്രെങ്ത് ആണ്, പോൾ സ്ട്രെങ്ത് ഓഫ് എനി വൺ ഓഫ് ദി പോൾ ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി മാഗ്നറ്റിക് പോൾസ്. എന്താണ് പോൾ സ്ട്രെങ്ത്? പോൾ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ഇവിടെ അത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. The pole strength of a bar magnet may be determined by measuring the force exerted on one pole of the magnet by an external magnetic field. ഒരു ബാർ മാഗ്നറ്റ് ഒരു എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ പ്ലേസ് ചെയ്താൽ ആ ബാർ മാഗ്നറ്റിന്റെ ഏതെങ്കിലും ഒരു പോളിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് അതിന്റെ പോളിൽ ഒരു ഫോഴ്സ് കൊടുക്കും. ആ ഫോഴ്സിനെയാണ് നമ്മൾ പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പോൾ സ്ട്രെങ്ത് എന്ന ടേം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. The magnetic dipole moment is defined as the product of the pole strength of any one of the pole and the distance between the magnetic poles. Pole strength നെ നമ്മൾ QM എന്ന് പറയുന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. QM. അപ്പോൾ the pole strength of one of the pole QM ആണ്. Distance between the two poles 2L ആയിട്ട് എടുക്കണം. അങ്ങനെയാണെങ്കിൽ magnetic dipole moment of the bar magnet can be written as M is equal to QM into 2L. Pole strength in the unit ampere meter ആണ്. 2L എന്ന് പറയുന്നത് length of the bar magnet ആണ്, length of the bar magnet. Okay, this magnetic dipole moment is a vector quantity and its direction is from south pole to north pole. Magnetic dipole moment is a vector quantity and its direction from south pole to north pole. നിങ്ങൾ നോക്കിക്കേ, ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ ഏത് ഡയറക്ഷൻ ആണ്? ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ. ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ എവിടെ നിന്നാണ്? നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ് ആണ്. ഡൈപോൾ ലെങ്ത്തിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. അതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷനും നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. എന്നാൽ ബാർ മാഗ്നറ്റിന്റെ കേസിൽ വരുമ്പോൾ അതിന്റെ ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ എവിടെ നിന്നാണ്? സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോളിലേക്കാണ്. സൗത്ത് പോളിൽ നിന്നും നോർത്ത് പോൾ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു സിമിലാരിറ്റി പറയാം. ഈ നെഗറ്റീവ് ചാർജിന് ഈക്വലന്റ് ആണ് സൗത്ത് പോൾ, പോസിറ്റീവ് ചാർജിന് ഈക്വലന്റ് ആണ് നോർത്ത് പോൾ. അതാണ് നമ്മുടെ സിമിലാരിറ്റി. ഓക്കെ, അപ്പോൾ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ വെക്ടർ ഫോമിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. ഡൈപോൾ മൊമെന്റ് വെക്ടർ M is equal to QM into 2L. QM into 2L. ഡൈപോൾ മൊമെന്റ്, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് യൂണിറ്റ് ആംപിയർ മീറ്റർ സ്ക്വയർ അല്ലെങ്കിൽ ജൂൾ പെർ ടെസ്ല. ജൂൾ പെർ ടെസ്ല. ഡയമെൻഷൻ L square I. ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. ഇതാണ് മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. അപ്പോൾ അതിന്റെ ഡയറക്ഷൻ മറന്നു പോയതും, മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഡയറക്ഷൻ സൗത്ത് പോൾ ടു നോർത്ത് പോൾ ആണ്. ഇലക്ട്രിക് ഡൈപോളിന്റെ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ടു പോസിറ്റീവ് ചാർജ്. Similarly, in the case of bar magnet, the direction of magnetic dipole moment is from south pole to north pole. Name the physical quantity having unit joule per Tesla. Joule per Tesla unit ഉള്ള physical quantity. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തേ ഉള്ളൂ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ്. നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നതാണ്. കാരണം ഇപ്പോൾ നമ്മളിത് പഠിച്ചു കഴിഞ്ഞുകൊണ്ട് ഓർമ്മയിൽ നിൽക്കും, അല്ലായെങ്കിൽ ചിലപ്പം കൺഫ്യൂഷൻ ഉണ്ടാവും. Another NCERT exercise 5.12 നോട്ട് ചെയ്യുക.
A short bar magnet has a magnetic moment 0.48 joule per Tesla. Given the direction and magnitude of the magnetic field produced by the magnet at a distance of 10 centimeter from the center of a magnet. First part, the axis. B, the equatorial line, that is normal bisector of the magnet. അപ്പോൾ ഇവിടെ ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റ് ഉണ്ട്. അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ്, ഷോർട്ട് ബാർ മാഗ്നറ്റ് ആണ്. അതിൻ്റെ മാഗ്നറ്റിക് മൊമെന്റ് എം തന്നിട്ടുണ്ട് 0.48 joule per Tesla. Give the direction and magnitude of the magnetic field produced by the magnet at a distance 10 cm from the center. സെൻട്രൽ നിന്നും 10 cm അകലത്തിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ. ആക്സിയൽ ലൈനിലുള്ളതും കണ്ടുപിടിക്കണം, പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ഇക്വേറ്റോറിയൽ ലൈനുള്ളതും നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ഇക്വേഷന്റെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ബാർ മാഗ്നറ്റിന്റെ ആക്സിയൽ ലൈനിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷനും ഇക്വേറ്റോറിയൽ ലൈനിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ ഇപ്പോൾ എഴുതിയതേ ഉള്ളൂ. അതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ആക്സിയൽ ലൈനിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. ഇക്വേഷൻ ഇതാണ്, μ0/4π 2m divided by r ക്യൂബോ ഡിസ്റ്റൻസ് ക്യൂബ്. ഞാനിവിടെ d എന്ന് പറഞ്ഞാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ r ക്യൂബ് എന്ത് വേണമെങ്കിലും എഴുതാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0/4π യുടെ വാല്യൂ 10⁻⁻⁷ ആണ്. 2 into m ന്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.48. 10 സെന്റിമീറ്ററിന്റെ മീറ്റർ ആകണം, അപ്പോൾ 0.1 the whole cube. എത്ര കിട്ടും? 0.96 into 10⁻⁻4 Tesla. 0.96 into 10⁻⁻4 Tesla. ഓക്കെ, അതിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്? ഡയറക്ഷൻ ആക്സിയൽ ലൈൻ ആണ് അല്ലേ? അപ്പം ആക്സിയൽ ലൈൻ ആകുമ്പോഴത്തേക്ക് ഈ ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആണ്. ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത്, മാഗ്നറ്റിക് മൊമെന്റ് ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത്. അടുത്ത് നമുക്ക് ഇക്വേറ്റോറിയൽ ലൈനിലാണ് വേണ്ടത്. ഇക്വേറ്റോറിയൽ ലൈനിലുള്ളതിന്റെ ഇക്വേഷനിൽ ഒരു ചേഞ്ചേ ഉള്ളൂ, ഈ 2 ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ ആൻസറിനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി, പെട്ടെന്ന് തന്നെ കിട്ടും. ഇക്വേഷനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇക്വേറ്റോറിയൽ ലൈനിലുള്ള ഇക്വേഷൻ കിട്ടും 0.48 into 10⁻⁻4 Tesla. അതിന്റെ ഡയറക്ഷൻ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവരുതും. അതിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ ആണ്. അത് കിട്ടുന്നത് അതിന്റെ തിയറി മാത്രമായിട്ട് നമുക്ക് പഠിക്കേണ്ടതില്ല. അത് ഇലക്ട്രിക് ഡൈപോളിന്റെ കേസിൽ നമ്മൾ ഓൾറെഡി അതിന്റെ തിയറി ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് ഡൈപോൾ -q + q, ആ ഇലക്ട്രിക് ഡൈപോളിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിലുള്ള ഒരു പോയിന്റ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. ആ കേസിൽ ആ തിയറി എടുത്ത് നിങ്ങൾ നോക്കിയാൽ മതി. അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. അതായത് ഇവിടെ ഇവിടെ പോസിറ്റീവ് ചാർജിന് ഈക്വലന്റ് നോർത്ത് പോളും നെഗറ്റീവ് ചാർജിന് ഈക്വലന്റ് സൗത്ത് പോളുമാണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ കേസിൽ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഈ ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാർ മാഗ്നറ്റിന്റെ കേസിൽ അതിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് ഡയറക്ഷൻ ആയിരിക്കും.
ഓക്കെ, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ്. Earth's magnetic field. A freely suspended magnetic needle always comes to rest in geographical north-south direction. A freely suspended magnetic needle or a bar magnet. It will always comes to rest in geographic north-south direction. എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും ഒരു മാഗ്നറ്റിക് നീഡിൽ. നമ്മുടെ കോമ്പസിലെ മാഗ്നറ്റിക് നീഡിൽ ഉണ്ട്. അത് അല്ല എങ്കിൽ ഒരു ബാർ മാഗ്നറ്റ് നമ്മൾ ഇതേപോലെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് വന്ന് നിൽക്കുന്നത് ജോഗ്രഫിക് നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും വന്ന് നിൽക്കുക. This shows that around the earth there is a magnetic field. അപ്പം വെറുതെ ഒരു ബാർ മാഗ്നറ്റ് ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ എപ്പോഴും വന്ന് നിൽക്കാനുള്ള റീസൺ എന്തായിരിക്കും? എർത്തിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ്. അതിന്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ മൂലമാണ് ഇതെപ്പോഴും എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അലൈൻ ചെയ്യുന്നത്. This shows that around the earth there is a magnetic field. It is assumed that a huge imaginary magnet is situated inside the earth. It is assumed that a huge imaginary magnet, imaginary ആണ്, assume ചെയ്തിരിക്കുകയാണ്, it is an imaginary magnet is situated inside there. എർത്തിന്റെ ഉള്ളിൽ വലിയൊരു മാഗ്നറ്റ് ഉള്ളതായിട്ട് നമ്മൾ അങ്ങ് ഇമാജിൻ ചെയ്യുക. Since unlike poles attracts, the north pole of this huge magnet points towards geographic south. ആ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടാവരുത്. നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ് എർത്തിന്റെ ഉള്ളിൽ വലിയൊരു മാഗ്നറ്റ് ഉണ്ടെന്ന്. അപ്പോൾ എർത്തിന്റെ ഉള്ളിലിരിക്കുന്ന മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്തത് പറയുന്നത്. നമ്മൾ വെറുതെ ഒരു മാഗ്നറ്റിനെ ഹാങ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് ജോഗ്രഫിക് നോർത്തിലും ജോഗ്രഫിക് സൗത്തിലും വരിക. ഇവിടെ ജോഗ്രഫിക് നോർത്ത് ഇതാണ്, ജോഗ്രഫിക് സൗത്ത് ഇതാണ്. അപ്പൊ ആ ഡയറക്ഷനിൽ നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റ് വരണമെന്നുണ്ടെങ്കിൽ എർത്തിന്റെ ഉള്ളിലിരിക്കുന്ന മാഗ്നറ്റിന്റെ നോർത്ത് പോളും സൗത്ത് പോളും എവിടെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത്. അപ്പൊ എർത്തിന്റെ ഉള്ളിൽ ഒരു വലിയ മാഗ്നറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ സൗത്ത് പോൾ ആയിരിക്കും ജോഗ്രഫിക് നോർത്തിൽ ഉണ്ടാവുക. എങ്കിൽ മാത്രമേ നോർത്ത് പോളും സൗത്ത് പോളും കൂടെ അട്രാക്ഷൻ ഉണ്ടാവത്തുള്ളൂ, അല്ലേ? അപ്പം എർത്തിന്റെ ഉള്ളിലിരിക്കുന്ന വലിയ മാഗ്നറ്റ്, എർത്തിന്റെ ഉള്ളിൽ ഇമാജിൻ ചെയ്തിരിക്കുന്ന വലിയ മാഗ്നറ്റിന്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത് ജോഗ്രഫിക് നോർത്തിലും എർത്തിന്റെ ഉള്ളിലിരിക്കുന്ന വലിയ മാഗ്നറ്റ് നോർത്ത് പോൾ ജോഗ്രഫിക് സൗത്തിലും ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഹാങ് ചെയ്തിരിക്കുന്ന എർത്തിന്റെ സർഫസിൽ ഹാങ് ചെയ്തിരിക്കുന്ന മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ അറേഞ്ച് ചെയ്യാം. പിന്നെ ഒരു പോയിന്റും കൂടെ അവർ പറയുന്നുണ്ട്. However, the magnetic poles and geographic poles are not coinciding. Geographic polesum magnetic polesum coincide ചെയ്യുന്നില്ല. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുണ്ട്. Earth's magnetic field. The Earth's magnetic field arises due to electrical currents produced by convective motion of metallic fluids in the outer core of the earth. അപ്പോൾ എർത്തിന്റെ ഉള്ളിൽ വലിയൊരു മാഗ്നറ്റ് ഉള്ളതുപോലെ നമ്മൾ ഇമാജിൻ ചെയ്യുകയാണ്. പക്ഷെ അവിടെ ഒരു വലിയൊരു മാഗ്നറ്റ് ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് എഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്നതിനെ കുറിച്ചാണ് ഈ തിയറി പറയുന്നത്. ഇതൊരു തിയറി മാത്രമാണ്. ഇത് ആക്ച്വലി അങ്ങനെ ആകണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇപ്പോഴത്തെ നമ്മുടെ സ്റ്റഡി അനുസരിച്ച് ഇതാണ് നമ്മളുടെ ഒരു കൺക്ലൂഷൻ. ഇതുകൊണ്ടായിരിക്കാം എർത്തിന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുന്നത് എന്ന് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു അസംപ്ഷൻ ആണ്. The Earth's magnetic field arises due to electrical currents produced by convective motion of metallic fluid in the outer core of the earth. അപ്പോൾ എർത്തിന്റെ ഔട്ടർ കോറിൽ ധാരാളം മെറ്റൽസ് ഉണ്ട്. ഈ മെറ്റൽസ് ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് ഉള്ളത്. എർത്തിന്റെ ഉള്ളിൽ ഫ്ലൂയിഡ് സ്റ്റേറ്റിലാണ് ഈ മെറ്റൽസ് സ്ഥിതി ചെയ്യുന്നത്. ഇതിന്റെ
മോഷൻ മൂലം, കൺവെക്റ്റീവ് മോഷൻ മൂലം ഒരു ഇലക്ട്രിക് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഇലക്ട്രിക് കറണ്ട് ആണ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പോഴത്തെ നമ്മളുടെ തിയറി. ആ എഫക്റ്റിനെയാണ് നമ്മൾ ഡൈനാമോ എഫക്റ്റ് എന്ന് പറയുന്നത്. ഡൈനാമോ എഫക്റ്റ്. ഓക്കെ, നമുക്ക് ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും എന്താണെന്നാണ് നോക്കാനുള്ളത്. ജോഗ്രഫിക് മെറിഡിയൻ. Geographic meridian at a place is the vertical plane passing through geographic axis. നമ്മൾ എർത്ത് എടുക്കുകയാണെങ്കിൽ എർത്തിന്റെ ജോഗ്രഫി നോർത്ത് പോളും, എർത്തിന്റെ ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തും ആ പോയിന്റിലെ ആ ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്തിലൂടെയും കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ ജോഗ്രഫിക് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പം ജോഗ്രഫിക് നോർത്തും ജോഗ്രഫിക് സൗത്ത് എന്ന് പറയുന്നത് നമ്മൾ തെക്ക് ദിശ അല്ലെങ്കിൽ വടക്ക് ദിശ എന്ന് പറയുന്ന ആ ഡയറക്ഷനാണ് നമ്മൾ ജോഗ്രഫിക് നോർത്ത് അല്ലെങ്കിൽ ജോഗ്രഫിക് സൗത്ത് എന്ന് പറയുന്നത്. ആ പോയിന്റിലൂടെ കടന്നു പോകുന്ന വെർട്ടിക്കൽ പ്ലെയിൻ, നമ്മളൊരു ആപ്പിൾ എടുത്തിട്ട് അതിന്റെ നടുക്കൂടെ അതിനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു പ്ലെയിൻ നമുക്ക് കിട്ടുമല്ലോ, ഒരു വൈറ്റ് കളറിൽ നമുക്കൊരു പ്ലെയിൻ കിട്ടുമല്ലോ. ആ പ്ലെയിനെയാണ് നമ്മൾ ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് കട്ട് ചെയ്യുന്നത് ഏതൊക്കെ ലൈനിലൂടെയാണ്, ഏതൊക്കെ പോയിന്റിലൂടെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്? ജോഗ്രഫിക് നോർത്ത് പോളും ജോഗ്രഫിക് സൗത്ത് പോളും കടന്നു പോകത്തക്ക രീതിയിൽ ഒരു കട്ടിങ് ആണ് നമ്മൾ അവിടെ നടത്തുന്നത്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ ആപ്പിൾ ആണെങ്കിൽ ഒരു വൈറ്റ് പോർഷൻസ് നമുക്ക് കിട്ടും. ആ പോർഷൻ അതേപോലെ എർത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ പോർഷനെയാണ് നമ്മൾ, ആ വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ജോഗ്രഫിക് മെറിഡിയൻ. അപ്പോൾ ജോഗ്രഫിക് ആക്സിസിലൂടെ കട്ട് ചെയ്യുന്ന വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഇനി മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫ്രീ ആയിട്ടൊരു മാഗ്നറ്റിനെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് എർത്തിന്റെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് അലൈൻ ചെയ്യുന്നു. അത് അലൈൻ ചെയ്യുന്ന ഡയറക്ഷനാണ് മാഗ്നറ്റിക് നോർത്ത് പോളും മാഗ്നറ്റിക് സൗത്ത് പോളും. ആ പോയിന്റിലൂടെ നമ്മൾ ഒരു വെർട്ടിക്കൽ പ്ലെയിൻ, ആ പോയിന്റിലൂടെയാണ് നമ്മൾ ആപ്പിളിനെ പോലെ കട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ കിട്ടുന്ന പ്ലെയിനെയാണ് നമ്മൾ മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പം ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ നോർത്ത് ഡയറക്ഷൻ അല്ലെങ്കിൽ സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുന്ന ലൈനാണിത്. ഇതിലൂടെ നമ്മൾ എർത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വെർട്ടിക്കൽ പ്ലെയിനെയാണ് നമ്മൾ ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിനെ നമ്മൾ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഡയറക്ഷൻ എന്ന് പറയുന്നത്, മാഗ്നറ്റ് സസ്പെൻഡ് ചെയ്യുന്ന ഡയറക്ഷൻ ഇതാണ്. ആ പോയിന്റിലൂടെ നമ്മളൊരു വെർട്ടിക്കൽ പ്ലെയിൻ കട്ട് ചെയ്തൊരു വെർട്ടിക്കൽ പ്ലെയിൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്ലെയിനെയാണ് മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത്. അപ്പോൾ ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും കോയിൻസൈഡ് ചെയ്യുന്നില്ല, ഒരു അല്പം ആംഗിൾ ഉണ്ടാകുന്നുണ്ട്. ആ ആംഗിളിനെ കുറിച്ച് നമുക്ക് നോക്കാം. നമുക്ക് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് ദി എർത്ത് എന്തൊക്കെയാണെന്ന് നോക്കാം. മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് ദി എർത്ത്. The magnitude and direction of magnetic field of the earth at a place are completely given by three quantities known as magnetic elements. What are magnetic elements of the earth? The magnitude and direction of magnetic field of the earth. The magnitude and direction of the magnetic field of the earth. ന് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു. ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യാൻ കഴിയുന്ന ത്രീ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ആ ത്രീ ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് എർത്ത് എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. First is magnetic declination. Magnetic declination. It is represented by capital D. എന്താണ് magnetic declination? Magnetic declination at a place is defined as the angle between magnetic and geographic meridian at the place. ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ എന്ന് പറയുന്നത് ആ സ്ഥലത്തെ ജോഗ്രഫിക് മെറിഡിയനും മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിൾ. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ജോഗ്രഫിക് മെറിഡിയൻ എന്ന് പറയുന്നത് ഇതാണ്, മാഗ്നറ്റിക് മെറിഡിയൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അത് തമ്മിലുള്ള ആംഗിൾ. അപ്പൊ ഏതൊരു പ്ലേസ് എടുത്താലും
അവിടുത്തെ ജോഗ്രഫിക് മെറിഡിയനും അവിടുത്തെ മാഗ്നറ്റിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിളിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ അറ്റ് ദാറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. ഈ പിക്ചർ ഒന്നുകൂടെ ഞാൻ ക്ലിയർ ആയിട്ട് ഇവിടെ കോമ്പസിന്റെ പിക്ചർ ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇതാണ് നോർത്ത് പോൾ. നമ്മൾ നോർത്ത് ഡയറക്ഷൻ എന്നും സൗത്ത് ഡയറക്ഷൻ എന്നും പറയുന്നതാണ് ഇത്. ഈ ഡയറക്ഷൻ ഒരു കോമ്പസ് കൊണ്ടുവെക്കുകയാണെങ്കിൽ കോമ്പസിന്റെ നീഡിൽ ലൈ ചെയ്യുന്നത് മാഗ്നറ്റിക് മെറിഡിയനിലായിരിക്കും. അതാണിത്. അപ്പോൾ മാഗ്നറ്റിക് മെറിഡിയനും ജോഗ്രഫിക് മെറിഡിയനും തമ്മിലുള്ള ആംഗിൾ, അതിനെയാണ് ഡെക്ലിനേഷൻ ഡി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് തോന്നുന്നു. മറ്റൊരു രീതിയിൽ നമുക്ക് മാഗ്നറ്റിക് ഡിക്ലിനേഷനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ അതർ വേർഡ്സ്, ദ ആംഗിൾ ബിറ്റ്വീൻ നോർത്ത് ഷോൺ ബൈ എ ഫ്രീ ഹൊറിസോണ്ടൽ കോമ്പസ് നീഡിൽ and true geographic north is called declination. It is the angle between north shown by a free horizontal compass needle. ഒരു കോമ്പസ് നീഡിൽ ഡയറക്റ്റ് ചെയ്യുന്ന നോർത്ത് ഡയറക്ഷനും ആക്ച്വൽ ജോഗ്രഫിക് നോർത്ത് ഡയറക്ഷനും തമ്മിലുള്ള ആംഗിളിനെ ആണ് നമ്മൾ മാഗ്നറ്റിക് ഡെക്ലിനേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഡെക്ലിനേഷൻ ഡി. അടുത്തത് ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. ഡിപ്പ് ഓർ ഇൻക്ലിനേഷൻ. ഡിപ്പ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം ഡിപ്പ്, അല്ലെങ്കിൽ അതിന് ഇൻക്ലിനേഷൻ ഐ, ഇംഗ്ലീഷ് റെപ്രസെന്റ് ബൈ ഐ. അതെന്താണെന്ന് നോക്കാം. നമ്മളൊരു ഇക്വേറ്ററിൽ ഒരു കോമ്പസ് നീഡിൽ വെക്കുകയാണെങ്കിൽ അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കും. ഈ കോമ്പസ് നീഡിലിന്റെ പ്രത്യേകത അത് വെർട്ടിക്കൽ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ്. ഇങ്ങനെ വെർട്ടിക്കൽ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു കോമ്പസ് നീഡിൽ. ഓക്കെ, അങ്ങനെ ഒരു കോമ്പസ് നീഡിൽ നമ്മൾ ഇക്വേറ്ററിൽ വെക്കുകയാണെങ്കിൽ അതിങ്ങനെ ഹൊറിസോണ്ടൽ ആയിട്ട് നിൽക്കും. എന്നാൽ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്തോറും നോർത്ത് സൈഡ് താഴും. സൗത്ത് പോൾ പൊങ്ങും. എന്നാൽ സദേൺ ഹെമിസ്ഫിയറിലോട്ട് പോകുമ്പോൾ സൗത്ത് പോളിലേക്ക് പോകുമ്പോൾ ഈ മാഗ്നറ്റിന്റെ അല്ലെങ്കിൽ കോമ്പസ് നീഡിലെ സൗത്ത് സൈഡ് താഴുകയും നോർത്ത് പോൾ ഹൈറ്റിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ ഡിപ്പിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഡിപ്പ് ഈസ് ദി ആംഗിൾ വിച്ച് ദ ഡയറക്ഷൻ ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് മേക്സ് വിത്ത് ദി ഹൊറിസോണ്ടൽ. ഹൊറിസോണ്ടൽ ഡയറക്ഷനുമായിട്ട് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിൾ. അപ്പം ഇക്വേറ്ററിൽ ഹൊറിസോണ്ടൽ ആയിട്ട് തന്നെയായിരിക്കും എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുക. എന്നാൽ പോളിലേക്ക് അടുക്കുന്തോറുമാണ് ഈ ഡിപ്പ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഈ പിക്ചർ നിങ്ങൾ നോക്കിക്കേ, ഇതാണ് ഹൊറിസോണ്ടൽ അല്ലേ, ഇതാണ് ഹൊറിസോണ്ടൽ. നോർത്തേൺ ഹെമിസ്ഫിയർ വരുമ്പോൾ മാഗ്നറ്റിക് നീഡിൽ ഇങ്ങനെ ഇരിക്കും, കാരണം എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുകൊണ്ട് ഹൊറിസോണ്ടലുമായിട്ട് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ എന്ന് പറയുന്നത്. ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ ഐ. ക്ലിയർ ആയല്ലോ? ഇഫ് I is the dip at a place, then HE is equal to BE cos I. ഈ പിക്ചർ നോക്കിക്കേ, ഇതാണ് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നമുക്ക് BE എന്നെടുക്കുകയാണ്. BE അവിടുത്തെ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ ഇതാണ്, അത് HE ആയിട്ട് എടുക്കുകയാണ് ഹൊറിസോണ്ടൽ. അവിടുത്തെ വെർട്ടിക്കൽ ഡയറക്ഷൻ ZE ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഹൊറിസോണ്ടലുമായിട്ട് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ആംഗിൾ ആണ് I, ഡിപ്പ് അല്ലെങ്കിൽ ഇൻക്ലിനേഷൻ I എന്ന് പറയുന്നത്. നമുക്ക് ഈ പിക്ചറിൽ നിന്നും കോസ് ഐയുടെ വാല്യൂ എഴുതി, കോസ് ഐയുടെ ഇക്വേഷൻ എഴുതിക്കുക. കോസ് ഐ എന്ന് പറയുന്നത് അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് HE divided by hypotenuse. Hypotenuse is BE. ഓക്കെ, അങ്ങനെയാണെങ്കിൽ
horizontal component of earth magnetic field HE, horizontal component of earth magnetic field HE എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതാം? BE cos I ആയിട്ട് എഴുതാം. അതാണിത്. ഓക്കെ, അതായത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡിനെ ഇവിടെ റിസോൾവ് ചെയ്യുകയാണ് ഒരു ഹൊറിസോണ്ടൽ കമ്പോണന്റുമായിട്ടും ഒരു വെർട്ടിക്കൽ കമ്പോണന്റുമായിട്ട് റിസോൾവ് ചെയ്തു. ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് HE, വെർട്ടിക്കൽ കമ്പോണന്റ് ആണ് ZE. ആ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ വാല്യൂ ആണ് HE is equal to BE cos I. ഇനി വെർട്ടിക്കൽ കമ്പോണന്റ് എഴുതാം. വെർട്ടിക്കൽ കമ്പോണന്റ് കണ്ടുപിടിക്കാം. വെർട്ടിക്കൽ കമ്പോണന്റ് എന്ന് പറയുന്നത് ZE ആണ്, ഇതാണ്. അത് തന്നെയാണ് റിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുക. ഇത് എഴുതുമ്പോൾ sin I യുടെ ഇക്വേഷൻ എഴുതണം. sin I is equal to opposite side ZE divided by hypotenuse is BE. Okay, then what is vertical component? ZE is equal to BE sin I എന്നുണ്ട്. അതാണ് വെർട്ടിക്കൽ കമ്പോണന്റ്. ഓക്കെ, അപ്പം എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് BE നമുക്ക് റിസോൾവ് ചെയ്ത് ഹൊറിസോണ്ടൽ കമ്പോണന്റും കിട്ടി, വെർട്ടിക്കൽ കമ്പോണന്റും കിട്ടി. ഹൊറിസോണ്ടൽ കമ്പോണന്റുമായിട്ട് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്ന ആംഗിൾ ആണ് I എന്ന് പറയുന്ന ഡിപ്പ്. അതിന്റെ ബേസിസിൽ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ ഇക്വേഷൻ BE cos I എന്ന് കിട്ടി, വെർട്ടിക്കൽ കമ്പോണന്റിന്റെ ഇക്വേഷൻ BE sin I എന്ന്. ഇതിൽ നമുക്ക് tan I എഴുതാം. ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് tan I കിട്ടും. tan I യുടെ ഇക്വേഷൻ എന്ത് എഴുതാം? tan I is equal to tan I. ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ BE sin I divided by BE cos I is equal to ZE divided by H എന്ന് എഴുതാം അല്ലേ? BE ക്യാൻസൽ ചെയ്യും. sin by cos എന്ന് പറയുന്നത് tan ആണ്. tan I is equal to ZE divided by HE. Okay, that's tan I is equal to ZE divided by HE, or I is equal to tan inverse ZE divided by HE. എന്താണ് ZE? It is the vertical component of earth magnetic field. And what is HE? HE is horizontal component of earth's magnetic field. ബിയുടെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് ആ ട്രയാങ്കിളിൽ നിന്നും പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ എഴുതാം. സ്ക്വയർ റൂട്ട് ഓഫ് HE സ്ക്വയർ പ്ലസ് ZE സ്ക്വയർ, സ്ക്വയർ റൂട്ട് ഓഫ് HE സ്ക്വയർ പ്ലസ് ZE സ്ക്വയർ. ഓക്കെ, BE is equal to സ്ക്വയർ റൂട്ട് ഓഫ് HE സ്ക്വയർ പ്ലസ് ZE സ്ക്വയർ. ആ ഇക്വേഷൻ എഴുതാം ബിയുടെ വാല്യൂ. ഇനി ഇക്വേറ്ററിൽ നമ്മുടെ ഈ കോമ്പസ് നീഡിൽ എങ്ങനെ ഇരിക്കും? കോമ്പസ് നീഡിൽ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കും. അതായത് യാതൊരുവിധ ഡിപ്പും ഇല്ല. അപ്പോൾ നമുക്ക് HEയുടെയും ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെയും വെർട്ടിക്കൽ കമ്പോണന്റിന്റെയും ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഐയുടെ വാല്യൂ 0 ആണ്, കാരണം ഡിപ്പില്ല. ഇങ്ങനെയാണ് കോമ്പസ് നീഡിൽ ഇരിക്കുക, ഡിപ്പില്ല. അപ്പോൾ ഐയുടെ വാല്യൂ 0 ആണ്. ഐയുടെ വാല്യൂ 0 ആകുമ്പോൾ ഈ ഇക്വേഷനിൽ എന്ത് സംഭവിക്കും? cos 0യുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് HE is equal to B എന്ന് കിട്ടി. HE is equal to B, the maximum. Horizontal component of Earth's magnetic field is maximum at equator. Horizontal component of Earth magnetic field is maximum at equator. ഇനി what is the value of vertical component ZE? ഐയുടെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞു. sin 0 ആണ്. അതുകൊണ്ട് ZE എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. അപ്പോൾ ZE 0 ആയിട്ട് പോകും. അതായത് ഇക്വേറ്ററിൽ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആണ്. ഇനി പോൾസിൽ എടുക്കാം. പോൾസ് നോർത്ത് പോളിലായാലും സൗത്ത് പോളിലായാലും ഐയുടെ വാല്യൂ 90 ഡിഗ്രി ആവും. അപ്പോൾ ആ സമയത്ത് നമ്മളുടെ മാഗ്നറ്റിന്റെ നീഡ് ഇങ്ങനെ ഇരിക്കും, കുത്തനെ ഇരിക്കും നമ്മൾ പോളിൽ ചെന്ന് കഴിഞ്ഞാൽ. അപ്പോൾ അവിടെ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? ഹൊറിസോണ്ടലുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിൽ എന്ത് ചേഞ്ച് വരും? ഇവിടെ cos 90 വരും, ഇവിടെ sin 90 വരും. cos 90 0 ആയി പോകും. അപ്പോൾ HE 0 ആയിട്ട് പോകും. ZE sin 90 1 ആവും. അപ്പോൾ ZE is equal to B എന്ന് കിട്ടും, മാക്സിമം. അപ്പോൾ vertical component of Earth magnetic field is maximum at poles, and horizontal component of the Earth is maximum at equator.
ക്ലിയർ ആയല്ലോ? അടുത്ത ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി. Horizontal intensity. Horizontal intensity at a place is the resolved component of Earth magnetic field in horizontal direction. ആ HE എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി അറ്റ് ദ പ്ലേസ് ഈസ് ദ റിസോൾവ്ഡ് കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് ഇൻ ഹൊറിസോണ്ടൽ ഡയറക്ഷൻ. ഈ HE ആണ് നമ്മൾ ഹൊറിസോണ്ടൽ ഇന്റൻസിറ്റി എന്ന് പറയുന്നത്. നേരത്തെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. Where on the surface of the earth is the vertical component of earth magnetic field is 0. Vertical component of earth magnetic field 0 ആകുന്ന പ്ലേസ് ഏത്? എർത്തിലെ പ്ലേസ് ഏത്? പോൾസ് ആണോ ഇക്വേറ്റർ ആണോ? ഏതാ? വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആകണം. എവിടെയാ? പറയൂ. എവിടെയാ വെർട്ടിക്കൽ കമ്പോണന്റ് 0 ആകുന്നത്? ഇനിയും പറയൂ. വെർട്ടിക്കൽ കമ്പോണന്റ് ഏതാ? വെർട്ടിക്കൽ കമ്പോണന്റ് ZE ആണോ HE ആണോ? HE കേൾക്കുമ്പോൾ തന്നെയല്ലോ ഹൊറിസോണ്ടൽ ആണെന്ന്. അപ്പോൾ വെർട്ടിക്കൽ കമ്പോണന്റ് ZE 0 ആകുന്നത് എവിടെയാണ്? അറ്റ് ഇക്വേറ്റർ അല്ലേ? ഇക്വേറ്ററിലാണ് ZE 0 ആകുന്നത്. At equator, vertical component of the field will be 0. A magnetic needle free to rotate in a vertical plane orients itself vertically at a certain place on the earth. What are the values of horizontal component of the earth magnetic field and the angle of dip at this place? അപ്പോൾ ഇവിടെ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന മാഗ്നറ്റിക് നീഡിൽ, വെർട്ടിക്കൽ പ്ലെയിനിൽ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന മാഗ്നറ്റിക് നീഡിലാണ് അല്ലേ? Plane it orients itself vertically at a certain place on the earth. What are the values of horizontal component of earth magnetic field? ആ പ്ലേസിൽ എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റിന്റെ വാല്യൂ എത്രയാണ്? ആംഗിൾ ഓഫ് ഡിപ്പ് എത്രയാണ്? എവിടെയായിരിക്കും ഇങ്ങനെ വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത്? പോൾസിലാണ് അത് വെർട്ടിക്കലായിട്ട് നിൽക്കുന്നത്. പോൾസിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്താണ്? പോൾസിലെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് 0 ആണ്. അതുപോലെ ആംഗിൾ ഓഫ് ഡിപ്പ് അവിടെ എത്രയായിരിക്കും? ആംഗിൾ ഓഫ് ഡിപ്പ് 90 ഡിഗ്രി ആയിരിക്കും പോൾസിൽ. ആംഗിൾ ഓഫ് ഡിപ്പ് ഈസ് 90 ഡിഗ്രി. Where on the surface of the earth is the angle of question complete അല്ലല്ലോ. Angle of dip is 90 degree ആണ്. 90 degree. That is at poles. Okay, അടുത്തൊരു ന്യൂമറിക്കൽ ആണ്. The horizontal component of earth magnetic field at a place is √3 times its vertical component there. Find the values of angle of dip at that place. What is the ratio of horizontal component to the total magnetic field of the earth at that place? Note ചെയ്തോളൂ.
Question മനസ്സിലായോ? The horizontal component of Earth's magnetic field at a place is √3 times its vertical component there. ഒരു പ്ലേസിൽ എർത്തിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ എങ്ങനെ എഴുതുക? HE. ഓക്കെ, horizontal component of earth magnetic field at a place is √3 times its vertical component. അപ്പം √3 times vertical component നമ്മൾ ZE എന്നാണ് എഴുതുന്നത്. അപ്പോൾ H is equal to √3E ആണ്. Find the value of angle of dip at that place. നമുക്ക് angle of dip I ആണ് കണ്ടുപിടിക്കേണ്ടത്. തന്നിരിക്കുന്നത് HE is equal to √3 ZE. What is HE? HE is the horizontal component of earth magnetic field and ZE is vertical component vertical component of earth's magnetic field. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിപ്പ് ആണ്, ആംഗിൾ ഓഫ് ഡിപ്പ് I ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ഓഫ് ഡിപ്പിന്റെ ഇക്വേഷൻ എന്താ പഠിച്ചത്? ആംഗിൾ ഓഫ് ഡിപ്പ് tan I is equal to ZE divided by HE എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും I യുടെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. tan ഇൻവേഴ്സ് ZE divided by HE. ZE യുടെ വാല്യൂ HE യുടെ വാല്യൂ ഈ ഇക്വേഷനിൽ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റയിൽ നിന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ZE ക്യാൻസൽ ഔട്ട് ചെയ്തു 1/√3 കിട്ടും. അത് tan I ആണ് 1/√3. അതിൽ നിന്നും I യുടെ വാല്യൂ കണ്ടുപിടിക്കണം. tan ഇൻവേഴ്സ് (1/√3). സൗണ്ട് ക്ലിയർ അല്ലോ? യെസ്, 30 ഡിഗ്രി. നോക്കട്ടെ. π/6 ആയിട്ട് കിട്ടും. നോക്ക്, 30 ഡിഗ്രി വരും. ഓക്കെ, അടുത്ത എന്താ കണ്ടുപിടിക്കേണ്ടത്? What is the ratio of the horizontal component of the total magnetic field of the earth at that place? Ratio ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്തിന്റെയൊക്കെ ratio? What is the ratio of horizontal component to the total magnetic field? Horizontal component HE, അതിന്റെയും ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B യുടെയും റേഷ്യോ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഹൊറിസോണ്ടൽ കമ്പോണന്റെയും B യുടെയും തമ്മിലുള്ള റിലേഷൻ ആണ് HE is equal to BE cos I എന്നാണ് നമ്മൾ പഠിച്ചത്. I യുടെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ആ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് റേഷ്യോ കണ്ടുപിടിക്കാം. HE divided by B. HE divided by B എന്ന് പറയുന്നത് cos π/6. നമുക്ക് √3/2 എന്ന് കിട്ടും. √3/2. √3/2. Well, what is the ratio? HE is to BE is √3 divided by 2. HE is to BE is √3 divided by 2. Okay, simple അല്ലേ? The previous
എക്സാമിനേഷന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആ റിലേഷൻ ഒന്ന് നിങ്ങൾക്ക് തറവാകണം, എങ്കിൽ മാത്രമേ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണമെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ആ റിലേഷൻസ് എല്ലാം ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. അടുത്തത് NCERT exercise 5.1. Answer the following questions regarding Earth magnetism. A vector needs 3 quantities for its specification. Name the 3 independent quantities conventionally used to specify the Earth's magnetic field. Earth's magnetic field സ്പെസിഫൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വെക്ടർ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അതാണ് മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് ദി എർത്ത് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു മാഗ്നറ്റിക് എലമെന്റ്സ് ഓഫ് ദി എർത്ത്? മാഗ്നറ്റിക് ഡിക്ലിനേഷൻ, ആംഗിൾ ഓഫ് ഡിപ്പ് I, ആൻഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഓഫ് എർത്ത്സ് മാഗ്നറ്റിക് ഫീൽഡ് H. അപ്പം ഈ 3 കമ്പോണൻസ് ആണ് എർത്തിന്റെ മാഗ്നറ്റിക് എലമെന്റ്സ് എന്ന് പറയുന്നത്. The 3 independent quantities conventionally used to specify Earth's magnetic field are the magnetic declination D, angle of dip I, horizontal component of Earth's magnetic field H. ഈ വെക്ടേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്തത് അവർ ചോദിച്ചിരിക്കുന്നത് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതാണ് ക്വസ്റ്റ്യൻ, കാരണം ഇതിൽ കുറേ പാർട്സ് ഉണ്ട്. അതിൽ അടുത്ത പാർട്ടാണ് ദ ആംഗിൾ ഓഫ് ഡിപ്പ് at a location in southern India is about 18 degree. For southern India, ഞാൻ അതിൻ്റെ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇവിടെ മാപ്പ് കൊടുത്തിട്ടുണ്ട്. സദേൺ ഇന്ത്യയിലെ ഒരു പോയിന്റ്, സദേൺ ലൈനിലെ ഒരു പോയിന്റിൽ ആംഗിൾ ഓഫ് ഡിപ്പ് 18 ഡിഗ്രിയാണ്. ആംഗിൾ ഓഫ് ഡിപ്പ് 18 ഡിഗ്രിയാണ്. അപ്പോൾ ഇവിടെ റെഡ് ഇങ്കിലും വരച്ചിരിക്കുന്നതാണ് ഇക്വേറ്റർ. ഇക്വേറ്ററിൻ്റെ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് നമ്മൾ ഉള്ളത്. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അപ്പോൾ അവിടുത്തെ ആംഗിൾ ഓഫ് ഡിപ്പ് ആണ് 18 ഡിഗ്രി. വുഡ് യു എക്സ്പെക്ട് എ ഗ്രേറ്റർ ഓർ സ്മോളർ ഡിപ്പ് ആംഗിൾ ഇൻ ബ്രിട്ടൻ? ബ്രിട്ടനിൽ ഇപ്പോൾ ഉള്ളത് 18 ഡിഗ്രിയേക്കാൾ കൂടുതലാണോ കുറവാണോ ഡിപ്പ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ബ്രിട്ടൻ എവിടെയാണ് കിടക്കുന്നത്? ബ്രിട്ടൻ ഇവിടെ റെഡിങ്കിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ബ്രിട്ടൻ. ഇവിടെയായിരുന്നു 18 ഡിഗ്രി ഡിപ്പുള്ള പ്ലേസ്. അപ്പോൾ ബ്രിട്ടനിലേക്ക് വരുമ്പോൾ ഡിപ്പ് കൂടുമോ കുറയുമോ എന്നുള്ളതാണ് ചോദ്യം. ദ ആംഗിൾ ഓഫ് ഡിപ്പ് expected in Britain is greater than in southern India. This is because Britain is located closer to magnetic poles as compared to southern India. അപ്പം സദേൺ ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബ്രിട്ടൻ എന്ന് പറയുന്നത് പോളിൻ്റെ, നോർത്ത് പോളിൻ്റെ കുറച്ചും കൂടെ അടുത്താണ്. അപ്പോൾ യൂഷ്വലി ഡിപ്പ് കൂടും. പോൾസിൽ അത് 90 ഡിഗ്രി ആയിട്ട് മാറും. പോൾസിൻ്റെ നിയർ ബൈ ആണ് യുണൈറ്റഡ് കിങ്ഡം ഉള്ളത്. അതുകൊണ്ട് 18 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും ബ്രിട്ടനിൽ ഡിപ്പ്. ക്ലിയർ ആയല്ലോ? If you made a map of magnetic field lines at Melbourne in Australia, would the line seems to go into the ground or come out of the ground? ഇത് രസകരമായ ക്വസ്റ്റ്യൻ ആണല്ലോ. നമ്മളൊരു എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ മാപ്പ് വരയ്ക്കുകയാണ്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ മാപ്പ് വരയ്ക്കുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയയിൽ ഇരുന്നാണ് നമ്മൾ വരയ്ക്കുന്നത്, മെൽബണിലിരുന്ന്. നമ്മൾ അങ്ങനെ വരയ്ക്കുമ്പോഴത്തേക്ക് അവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ലൈൻസിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ടിലേക്ക് ആണോ പോകുന്നത്, അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ നിന്നും പുറത്തോട്ടായിരിക്കുമോ അതിന്റെ ഡയറക്ഷൻ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഇമാജിനറി മാഗ്നറ്റ്, എർത്തിന്റെ ഉള്ളിൽ വലിയൊരു മാഗ്നറ്റ് ഉള്ളതായിട്ട് നമ്മൾ ഇമാജിൻ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ആ മാഗ്നറ്റിന്റെ നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കായിരിക്കും എന്തൊഴുകുക, എന്ത് മൂവ് ചെയ്യുക, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് വരിക. ഓക്കെ. അപ്പം ഇനി നമുക്ക് ഓസ്ട്രേലിയ എവിടെയാണെന്ന് നോക്കാം. ഓസ്ട്രേലിയ എന്ന് പറയുന്നത് എവിടെയാണ്? ഓസ്ട്രേലിയ എന്ന് പറയുന്നത് സൗത്ത് പോളിലാണ് അല്ലേ? സൗത്ത് പോൾ, ഇതാണ് സൗത്ത് പോൾ. അപ്പോൾ സൗത്ത് പോളിന്റെ നിയർ ബൈ ആണ് ഓസ്ട്രേലിയ. അപ്പോൾ എർത്തിന്റെ മാഗ്നറ്റ്, എർത്തിന്റെ ഉള്ളിലെ മാഗ്നറ്റ് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ എർത്തിന്റെ ഉള്ളിലെ മാഗ്നറ്റിന്റെ ഏത് പോളായിരിക്കും എർത്തിന്റെ സൗത്തിൽ വരിക? എർത്തിന്റെ ഉള്ളിലെ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ആയിരിക്കും നമ്മുടെ ജോഗ്രഫിക് സൗത്തിന്റെ ഡയറക്ഷൻ വരിക. മെൽബൺ ഈസ് ലൊക്കേറ്റഡ് അറ്റ് southern hemisphere. It is hypothetically considered that huge bar magnet is dipped inside the earth with its north pole near the geographical south.
North Pole near the geographical south, and its South Pole near geographic north. Therefore, the magnetic field lines at Melbourne seems to come out of the ground, because magnetic field lines എപ്പോഴും നോർത്ത് പോളിൽ നിന്നും സൗത്ത് പോളിലേക്കായിരിക്കും ട്രാവൽ ചെയ്യുക. അപ്പോൾ മെൽബണിൽ നമ്മൾ നോക്കുമ്പോൾ മെൽബണിൽ എർത്തിന്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് വരുന്നതായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക, നമ്മൾ വരയ്ക്കുന്നത്. Therefore, the magnetic field lines at Melbourne seems to come out of the ground. Clear ആയോ പറഞ്ഞത്? This is the last question of this chapter. NCERT exercise 5.10. A magnetic needle free to rotate in a vertical plane parallel to a magnetic meridian has its north tip pointing down at 22 degree with the horizontal. The horizontal component of the Earth magnetic field at a place is known to be 0.35 Gauss. Gauss is it should be converted to Tesla. Determine the magnitude of the Earth magnetic field at the place. NCERT exercise 5.10. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? A magnetic needle free to rotate in a vertical plane parallel to the magnetic meridian has its north tip pointing down at 22 degree with the horizontal. അപ്പോൾ ആംഗിൾ ഓഫ് ഡിപ്പ് നൽകിയിട്ടുണ്ട്. ഡിപ്പാണ് നൽകിയിരിക്കുന്നത് 22 ഡിഗ്രി. നോർത്ത് പോൾ ആണ് താഴെ നിൽക്കുന്നത്, അതുകൊണ്ട് അത് നമ്മൾ നോർത്ത് പോളിലാണ് ഇപ്പോൾ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാം. The horizontal component of Earth magnetic field at a place known to be 0.35 Gauss. Horizontal component of Earth magnetic field HE നൽകിയിട്ടുണ്ട് 0.35 Gauss. We have to determine Earth's magnetic field BE കണ്ടുപിടിക്കണം. അപ്പോൾ തന്നിരിക്കുന്ന ഡാറ്റ angle of dip I equal to 22 degree, HE 0.35 Gauss, BE കണ്ടുപിടിക്കണം. ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? HE B തമ്മിലുള്ള റിലേഷൻ HE is equal to B cos I ആണ്. HE is equal to BE cos I. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് BE ആണ്. അപ്പോൾ BE is equal to HE divided by cos I. HE divided by cos I എന്ന് പറയുന്നത് sec I ആയിട്ട് എഴുതാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.38 Gauss കിട്ടും. 0.38 Gauss. ഓക്കെ, ആ ചാപ്റ്റർ അത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു ചാപ്റ്റർ ആയിരുന്നു. കുറേ ടോപ്പിക്സ് ഒക്കെ ഈ വർഷം അവർ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ബാക്കി അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ദിവസം എടുക്കാം.